കെ ഗുരുദാസ് വളരെ നല്ലൊരു വളരെ റീസണബിളായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് വഴക്കുണ്ടാകും ഉള്ളിൽ. കാരണം അവരെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും അത് പറ്റില്ല, ഇത് പറ്റില്ല. അപ്പം അന്ന് അവർ ഇടയ്ക്ക് വന്ന് പറയായിരുന്നു, ഇതാ ഈ ആശ്രമത്തിൻ്റെ മൈതാനത്തിൻ്റെ അപ്പുറത്ത് RSSകാർ അവരുടെ ഇത് നടത്തുന്നു, അപ്പോൾ അത് നിർത്തണം, അത് സമ്മതിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കുക അത് ഞാൻ നിർത്താം, പക്ഷെ നിങ്ങളുടെ ഓഫീസും കൂടി ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു. അവർക്ക് നിങ്ങളുടെ അത്ര സ്വാതന്ത്ര്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ അന്നൊരു എനിക്ക് തോന്നുന്നു ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, അവിടെ ഒരു 1 വേ ഉണ്ടായിരുന്നു, അവിടുത്തെ മാർക്കറ്റ് റോഡിൽ കൂടെ ഒരു 1 വേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തെറ്റിച്ച് വന്ന ഒരു ജീപ്പിനെ തടഞ്ഞു നിർത്തി. ആ ജീപ്പിൻ്റെ അതിന്ന് ആളെ ഇറങ്ങി ആ SIയുടെ കോളറിന് പിടിച്ചു. SI നല്ല അടി കൊടുത്തു. അത് കഴിഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് വന്നു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴറിയുന്ന അയാൾ DYFIയുടെ ഒരു ജില്ലാ സെക്രട്ടറിയോ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അതേപ്പറ്റി വലിയ ആക്ഷേപമായി. കാരണം അങ്ങനെയൊക്കെ ഒരിക്കലും സംഭവിക്കാറില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇത് SIയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ മറുപടി അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, എനിക്ക് തോന്നുന്നു AP കുര്യനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ സംഭവം ഉണ്ട് അതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണെങ്കിൽ 2 അടി കൂടുതൽ കൊടുത്തന്നെ. കാരണം യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു ഓഫീസർ വളരെ നിയമപൂർവ്വം അയാളോട് ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ക്വാളിറ്റി കടി പിടിച്ച് അയാളെ അടിക്കാൻ പോയാൽ തീർച്ചയായിട്ടും തിരിച്ച് അടിച്ചിരിക്കും. ഞാനാണെങ്കിൽ 2 അടി കൂടുതൽ കൊടുത്തന്നെ. അപ്പോൾ ആ ഇഷ്യൂ അവിടെ സെറ്റിൽ ചെയ്തു. പക്ഷേ അന്നൊരു ഇലക്ഷൻ്റെ സമയമായിരുന്നു. ഒന്ന് അയാളെ 2-3 മാസം കഴിഞ്ഞപ്പോൾ അവർ മാറ്റി. പക്ഷേ അയാളുടെ സ്വന്തം സ്ഥലത്തേക്കാണ് അയാൾ മാറ്റപ്പെട്ടത്. ഇങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അപ്പോൾ ഇലക്ഷനൊക്കെ ഇപ്പോൾ 89 ഇലക്ഷൻ വന്നു. അങ്ങനെയുള്ള ഇലക്ഷനൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ഒന്നാണ് ആദ്യമായിട്ട് ഈ കൊടിക്കുന്നിൽ സുരേഷ് സ്ഥാനാർത്ഥിയായി വരുന്നതും ജയിക്കുന്നതും. അത് കൊല്ലത്തിൻ്റെ കിഴക്ക് ഭാഗമാണെന്ന് എനിക്ക് അടൂർ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമാണ്. അപ്പോൾ അവർ ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറില്ല, നേരെ ആക്ഷൻ എടുക്കും. അപ്പോൾ ചിലരെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ CPM അവരൊരു ഗ്രൂപ്പിൽ ഭരണം നടത്തുന്നവരാണെങ്കിൽ സംഘർഷം ഉണ്ടാകുന്ന 2 ജില്ലകളാണ് തൃശ്ശൂരും കൊല്ലവും. കാരണം ഈ 2 ജില്ലകളിലാണ് CPI ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് CPM ആയിട്ട് അവർ അറ്റാക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ ഒരു CPM സംഘർഷം ഉണ്ടായിട്ട് ഏതായാലും അവിടെ പുതുതായിട്ട് തുടങ്ങിയൊരു പോലീസ് സ്റ്റേഷൻ 7 ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു നാടൻ ബോംബ് എറിഞ്ഞു. അത് നാടൻ ബോംബ് എറിഞ്ഞ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. പിറ്റേ ദിവസം കാലത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മതിൽ ചാടി തന്നെ അപ്പുറത്ത് കടന്ന് ഇത് കഴിഞ്ഞ് ഡോഗ്സിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അന്നൊരു KC പിള്ള എന്ന് പറയുന്ന അവിടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പേപ്പർ പൊതിഞ്ഞ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഡോഗ് വന്നിട്ട് ഡോഗിനെ ഞാൻ പറഞ്ഞു ഫ്രീ ആക്കി വിടാൻ പറഞ്ഞു. നമ്മൾ കയ്യിലൊന്നും പിടിക്കണ്ട, മണപ്പിച്ചിട്ട് അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. മണപ്പിച്ച് വിട്ട് ഡോഗ് നേരെ മണപ്പിച്ച് ഓടിച്ചെന്ന് കയറിയത് CPIയുടെ ഓഫീസിലാണ്. അപ്പം അതൊക്കെ പിന്നെ വലിയൊരു ഇഷ്യൂ ആയി. അതായത് CPIക്കാരാണ് ബോംബ് എന്നുള്ള പോലീസ് സ്റ്റേഷനിൽ ഭരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ഇത് ശ്രീ നായനാർ, അദ്ദേഹം കുറേ കൂടി എന്താ പറയുന്ന സരസനാണല്ലോ. അപ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ പ്രസംഗിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം പറയും ഈ നായക്ക്, ഓനറിയോടോ CPIയുടെ ഓഫീസ് ഏതാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമായിരുന്നു. ഓന് എവിടെയാണോ മണം കിട്ടിയത് അവിടെ കയറി. അങ്ങനെയാണ് ആ ഇഷ്യൂ പിന്നീട് അവസാനം സെറ്റിലാവുന്നത്. അത് R ബാലകൃഷ്ണനുള്ള അത് അപ്പം അങ്ങനെയാണല്ലോ ഈ ആരോപണം ഉണ്ടായത്. അങ്ങനെ അവിടുത്തെ ഒരു അതായത് അൺറിട്ടൺ റൂൾ ഉണ്ടായിരുന്നു അത്രേ. അവിടെ വരുന്ന ഓഫീസേഴ്സ് എല്ലാം R ബാലകൃഷ്ണപിള്ള പ്രതിപക്ഷമായാലും അല്ലെങ്കിലും അയാളെ പോയി സന്ദർശിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് എവിടെയും ചെയ്യാറില്ല, ഞാൻ പോയിട്ടൊന്നുമില്ല. ഇൻഫാക്റ്റ് ഐ ഡോണ്ട് നോ വേർ ഇസ് ഹൗസ്. അങ്ങനെ അതുപോലുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ അങ്ങേർക്ക് ആ ഒരു വിഷമം കൊണ്ടായിരിക്കും എന്നെ മുഖം കാണിച്ചില്ല. ഞാൻ പിന്നീട് കേട്ടിട്ടുള്ളത് എന്നോട് ഞാൻ എന്താണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ ട്രാൻസ്പോർട്ടിലായിരുന്നല്ലോ കൂടുതൽ. അപ്പോൾ ഇങ്ങേൻ്റെ അവിടെ ഒരു ചെറിയ മുറി വിസിറ്റേഴ്സ് മുറിയിൽ ഒറ്റ കസേര ഉണ്ടാവുള്ളൂ. ആ കസേരയിൽ അങ്ങേരി ഇരിക്കും, വേറെ വരുന്നവർ നിൽക്കണം. അങ്ങനെയാണ് ഒരിക്കൽ MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് വന്നു ആ കസേര കയറിയിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിട്ട് അടുത്ത ഇലക്ഷനിൽ കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിക്കാനായിട്ട് അങ്ങനെ ശ്രമിച്ചു. കൊടിക്കുന്നിൽ തോൽക്കുകയും ചെയ്തു കേട്ടോ. ആ ഒരു ഇലക്ഷനിൽ കൊടിക്കുന്നിൽ തോൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഈ മാടമ്പിത്തരത്തിന് നമ്മൾ ഒരിക്കലും കീഴടങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില്ല. നമ്മളോട് എന്ത് സ്വഭാവം നന്നായിട്ട് എടുക്കുന്നു, നല്ല സ്വഭാവം തന്നെ നമ്മൾ അങ്ങോട്ട് എടുക്കുന്നു.
അതിനിടയ്ക്ക് അവിടെ ഫയറിംഗ് ഉണ്ടായി ഇഷ്ടംപോലെ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഫയറിംഗ് നടന്ന സ്ഥലത്താണ്. കാരണം ആദ്യമായിട്ട് ട്രോളിംഗ് ബാൻ ഉണ്ടാകുന്നു. ട്രോളിംഗ് ബാൻ ഉണ്ടായ സമയത്ത് അവിടെ ഭയങ്കര ഇഷ്യൂസായിരുന്നു. ട്രോളിംഗ് ബാൻ അവസാനിക്കുന്ന ദിവസം അവിടെ മന്ത്രിയുടെ വണ്ടി പോകുമ്പോൾ അതിനെ കയറി പിടിച്ചു ഇവർ. അങ്ങനെ സംഘർഷം ഉണ്ടായി. ഞാൻ ആക്ച്വലി അവിടെ നിന്ന് വന്ന് ഒരു 3:30 ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുള്ളൂ. അപ്പോഴാണ് പറയുന്നത് അവിടെ ഫയറിംഗ് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ SM വിജയാനന്ദാണ് ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി അവിടെ പോയി. അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഈ ഒരു കമ്പനിയിൽ നിന്ന് കപ്പിത്താൻ്റെ അവിടെ നിന്ന് പോലീസിനെയും ആരോ ഫയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും 2 പേരും മരിക്കുകയും 2 പേർക്ക് വെടികൊണ്ട് കിടക്കുകയൊക്കെ ചെയ്യുന്നു. അതെല്ലാം പോയി എടുത്തിട്ട് അപ്പോൾ ചില പ്രതികളെ ഞങ്ങൾ തന്നെ പിടിച്ച് സ്റ്റേഷനിലേക്കൊക്കെ അയച്ചു. അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് രാജഗോപാൽ നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു DGP. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത്രയും പ്രൊഫഷണൽ ഓഫീസറെ ഐ ഹാവ് നോട്ട് സീൻ ആഫ്റ്റർ ദാറ്റ് ആൾസോ. അത്രയും പ്രൊഫഷണലായിട്ട് നല്ലൊരു ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ നമ്മളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ, അന്ന് എൻ്റെ DIG ആയിരുന്ന, ഞാൻ ഓഫീസറുടെ പേര് പറയുന്നില്ല, അദ്ദേഹം പറയും അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ DGയോട് പറയണം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും DG വിളിക്കും. അപ്പോൾ ഒരു ദിവസം DG എന്നോട് പറഞ്ഞു, സെൻകുമാർ നിങ്ങൾ അവിടെ ഒരു നടന്നു ഇവിടെ നടന്നു എന്നും പറഞ്ഞെന്നെ വിളിക്കണ്ട, DG അറിയേണ്ട കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ മാത്രം അങ്ങ് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ അങ്ങ് നടന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള DG ആയിരുന്നു അത്. ഇപ്പോൾ ഇതുപോലുള്ള ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ചോദിക്കുക, എന്നിട്ട് മിക്കവാറും വയർലെസ്സിലാണ് ചോദിക്കുന്നത്, സെൻകുമാർ അവിടെ ആൾ വേണോ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണോ. ഇപ്പോൾ ഈ ഫയറിങ് കഴിഞ്ഞ് എന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നെ ചോദിച്ചു, വേറെ ഞാൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു, DIG അങ്ങോട്ട് വരണോ? അപ്പം ഞാൻ പറഞ്ഞു വരണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. അല്ല, DIG അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹം അവിടെ പോലീസ് ക്ലബ്ബിൽ ഇരിക്കട്ടെ കൊല്ലത്ത്, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാന്തരം ഒരു DGയുടെ കീഴിൽ 3 കൊല്ലം വർക്ക് ചെയ്തതിൻ്റെ ഗുണങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാകാറില്ല. ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാകാത്തൊരു സമയമായിരുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് പലപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങൾ പലരും നടക്കുന്ന, എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാറൊക്കെ ഉള്ള സമയമാണത്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ സമയത്ത് മാർക്സിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും, അതായത് അവരുടെ കാര്യം നടത്തുന്നില്ല, അവർ നടക്കുന്നില്ല. ഇപ്പോൾ അവരെന്നോട് ഗുരുദാസനൊക്കെ ഇടയ്ക്ക് പറയും, പോലീസിനെ കൊണ്ടല്ല ഞങ്ങൾ വളർന്നത്, ഞങ്ങൾ സ്വന്തമായിട്ട് വളർന്ന ആൾക്കാരാണ്, അതുകൊണ്ട് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഈ നായനാർ സാർ എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അലഗേഷൻ ഞാൻ മാർക്സിസ്റ്റുകാർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറുന്നതിന് തൊട്ട് മുന്നേ കൊല്ലത്തുനിന്ന് ഇൻഫർമേഷൻ വന്നു, എൻ്റെ ഓഫീസ് കോൺഗ്രസ്സുകാർ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഉടനെ ഇപ്പോൾ തിരിച്ചു പോയിക്കോ, കാരണം മനസ്സിലായി നിങ്ങൾ ഇമ്പാർഷ്യലായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങളുടെ ഓഫീസിൽ അവിടെ കോൺഗ്രസ്സുകാർ വരുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അത് തീർന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു. 91 എലക്ഷൻ പ്രഖ്യാപിച്ച് പിന്നീട് രാജീവ് ഗാന്ധിയുടെ ഡെത്ത് ഉണ്ടാകുന്നതിന് ശേഷം, അപ്പോൾ അത് അതിൻ്റെ പിറ്റേ ദിവസം പോലും അവിടെ ഒരു പോലീസ് ഫയറിംഗ് ഉണ്ടായി. കാരണം പിന്നെ ചവറ പോലീസ് സ്റ്റേഷനിൽ, അപ്പോൾ അതിൻ്റെ മുന്നിലൊരു ടാങ്കർ ലോറി, അത് ഒരു സമരംകാരൻ നിർത്തിയിട്ടിരുന്നു. അതിൻ്റെ ഇത് തുറന്ന് തീടാൻ പോയി അവർ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണ്. അന്ന് ഇന്നത്തെ പോലെയല്ല, വളരെ ക്ലോസാണ് റോഡ്. അപ്പോൾ അതിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ മതിൽ കയറിയെന്ന് ചിലർ പോലീസ് സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കല്ലേറ് കിട്ടിയ അവിടുത്തെ ഗാർഡ് തോക്ക് പിടിച്ച് നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ തോക്ക് പൊട്ടി ഒരാൾ മരിച്ചുപോയി. അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു 4 or 5 ഫയറിങ് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു അന്ന്. ഇതൊക്കെ കൂടാതെ ആനേനെ വെടിവെക്കുന്ന ഇൻസിഡൻസ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എൻക്വയറി കമ്മീഷൻസ് തന്നെ 3-4 ഉണ്ടായിരുന്നു. ഈ വെടിവെപ്പൊക്കെ കാണുന്നു കഴിഞ്ഞാൽ കമ്മീഷനാണ്. ഇതുപോലെ പള്ളിത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കൊല്ലത്ത് തന്നെ. അപ്പോൾ അവിടെ തെക്ക് ഭാഗത്ത് കുറേ ക്രിസ്ത്യൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് എൻ്റെ നടുക്ക് കുറച്ച് മുസ്ലിംസ് ഉണ്ട്, അതിൻ്റെ വടക്ക് ഭാഗത്ത് കുറേ ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ ഈ തെക്ക് ഭാഗത്തുള്ള ക്രിസ്ത്യൻസും വടക്ക് ഭാഗത്തുള്ള ക്രിസ്ത്യൻസും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകും. പക്ഷേ ഒരു വഴക്കുണ്ടായാൽ ഇതിൻ്റെ ഇരയാകുന്നതിൻ്റെ നടുക്കുള്ള മുസ്ലിംസിനാണ് പലപ്പോഴും. അവർ കയറി ബാങ്ക് വിളിക്കും, ഈ പള്ളികളിൽ മണിയടിക്കും. ഇങ്ങനെ ആൾക്കാർ മുഴുവൻ കൂടും, സംഘർഷമാകും. അങ്ങനെ സംഘർഷം ഉണ്ടായ ഒരു തവണ
ഇതേപോലെ പോലീസിനെ ഡിപ്ലോയ് ചെയ്ത് ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്ന സമയത്ത്, തോക്കും കൊണ്ട് നിൽക്കുന്ന സമയത്ത് അല്പം മദ്യപിച്ചിട്ടുള്ള ഒരാൾ വന്ന് പോലീസുകാരനായിട്ട് വഴക്ക് കൂടി തോക്ക് പിടിച്ച് വലിച്ചു. തോക്ക് പിടിച്ച് വലിച്ചപ്പോൾ ഇയാളുടെ കൈ വിരൽ ട്രിഗറിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു. ആ ഉണ്ട പൊട്ടി, ഇയാളുടെ തല കാണാതായി. അങ്ങനെയുള്ള അതിനൊരു എൻക്വയറി, അങ്ങനെയുള്ള എൻക്വയറികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മൂന്നിച്ചെല്ലാം വർഷം കൊണ്ട് അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് മലനടയിലെ ഒരു വെടിമരുന്ന്. അതെ അതെ, അതിൻ്റെ വലിയ അപകടം നടക്കുന്നു. ദെൻ ഇവരുടെ 91 ഇലക്ഷൻ മാറ്റിവെച്ചല്ലോ. മാറ്റിവെച്ച് രണ്ടാമത്തെ ഇലക്ഷനിൽ അവിടുന്ന് കോൺഗ്രസ്സാണ് UDF ആണ് ജയിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് എന്നെ മാറ്റി, എന്നെ AG ഹെഡ് ക്വാർട്ടേഴ്സിലായിട്ട് പോസ്റ്റ് ചെയ്തു.